ഗവൺമെന്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു പണമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ്. ബഹുമാനപ്പെട്ട സാമ്പത്തിക ധനകാര്യ മന്ത്രിക്ക് അറിയാം. പക്ഷെ അത് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഇവരെ തിരഞ്ഞെടുക്കുമ്പോഴേ വളരെ നിർബന്ധമായിട്ട് എനിക്കൊരു ശുപാർശ ചെയ്യാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നല്ലൊരു അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷെ അവർക്ക് കുറഞ്ഞത് ഒരു 3 മാസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കണം, പരിശീലനം കൊടുക്കണം, സിനിമ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതിന്. അപ്പോൾ ഒരാൾ സിനിമയായിട്ട് ഒരു താല്പര്യമായിട്ട് വരുന്നു അപ്പോൾ അയാളെ വെറുതെ പോയി സിനിമ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ഒരു രീതിയിലുള്ള പ്രോത്സാഹനമല്ലത്. അതുകൊണ്ട് അവർക്ക് ഒരു 3 മാസത്തെ നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് എങ്ങനെയാണ് ഒരു പടത്തിന് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സംഗതികൾ മുഴുവൻ അവർ മനസ്സിലാക്കിക്കണം. കാരണം ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും, കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പടം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചെലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചെലവാക്കാനുണ്ട്. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും. വളരെ നിർബന്ധമാണ്. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം എടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെന്റ് കൊടുക്കേണ്ടത്, ഒരിക്കലും ഗവൺമെന്റ് ചുമതലയല്ലത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. നമുക്ക് 1-2 പേരുണ്ട്, അവർ നല്ല മിടുക്കരാണ്. പക്ഷെ അതുപോലെയുള്ള പുതിയ ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. ചില വീട്ടിലില്ലേ, ചില കുട്ടികളെ നമ്മൾ വളർത്തുമല്ലോ, യാതൊരു വിഷമങ്ങളും അറിയിക്കാതെ. ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ ജീവിച്ച ആളുകളാണ് നമ്മുടെ മക്കൾ. അവർ പറയുന്നു, അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമമൊന്നും അറിയിക്കരുത്. അത് വലിയ തെറ്റാണ്. വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതം കരുപ്പിടിക്കാനായിട്ട്. അത് എളുപ്പമൊന്നുമല്ല.